സമയമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്ന ഒന്നല്ല. നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ സമയം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. ഇല്ലെങ്കിൽ പിന്നീട് ഭാവിയിൽ നമുക്ക് ദുഃഖിക്കേണ്ടതായിട്ട് വരുമെന്നാണ്. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ആ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്യുക. അപ്പം സമയത്തെക്കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ പറയാം. അപ്പം സമയം എന്ന് പറയുമ്പോഴേ, 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാണെന്നറിയാം? 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. അന്നേരം 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്? 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഓർത്ത് വെച്ചോണം, 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 3600 സെക്കൻഡാണ്. 3600 സെക്കൻഡാണ്. 1 വർഷമെന്ന് പറഞ്ഞാൽ 52 ആഴ്ചയാണ്. 52 ആഴ്ചകളാണ് 1 വർഷത്തിലുള്ളത്. നമ്മുടെ ദേശീയ കലണ്ടർ ഏതാണ്? ശകവർഷമാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണ്? 82.5 ഡിഗ്രി ഈസ്റ്റ്. എത്രയാണ്? 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. സ്റ്റേറ്റ്മെൻ്റായിട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കുന്ന സാധ്യതയുണ്ട്. ഇന്ത്യൻ സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഇന്ത്യയുടെ സമയം സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമുണ്ട്. എവിടെയാണെന്നറിയുമോ? ഉത്തർപ്രദേശിലെ അലഹബാദിലെ മിർസാപൂറാണ്. ഓർത്ത് വെച്ചോളൂ, വളരെ പ്രധാന പ്രശ്നമാണ്. അതുപോലെ ഗ്രീൻവിച്ച് എന്ന സ്ഥലം എവിടെയാണ്? ലണ്ടനിലാണ്. ലണ്ടൻ നഗരം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തേംസ് നദിയുടെ തീരത്താണ്. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, തേംസ് കോളേജിൽ പഠിച്ചൊരു ഫ്രണ്ടുണ്ട് കേട്ടോ. തേംസ് കോളേജ് എന്ന പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന. ആ ഫ്രണ്ട് എൻ്റെ കൂടെ അടിച്ച ആൾ പഠിച്ചത് എവിടെയാണ്? തേംസ് കോളേജിലാണ് കേട്ടോ. തേംസ് കോളേജ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എങ്ങനെയാണ്? തേംസ് കോളേജ് എവിടെയാണ്? ലണ്ടനിലാണ്.